ഈവിളായി അസൂയ കണ്ണ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ ഇത്തിരി സന്തോഷം അല്ലെങ്കിൽ ആൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് വേറൊരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടോ നമ്മളിപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അസൂയപ്പെടാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ലേശം ഒരു ഉളുപ്പുണ്ടാവൂലേ? ഒരു മനുഷ്യനെന്ന രീതിയിൽ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് രക്ഷപ്പെടുക അല്ലെങ്കിൽ സന്തോഷിക്കുക അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കുന്നതിന് അസൂയപ്പെടുക എന്ന് ലജ്ജ തോന്നില്ലേ നിങ്ങൾക്ക്? അറിയാൻ പാടില്ലേണ്ടോ ഇല്ല. എനിവേ, നമുക്കിത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിനേക്കാട്ടും നല്ലത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ട്, അത് സത്യമാണ്. അസൂയപ്പെടും. ചിലപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവോ ജീവിതത്തിൽ സ്ഥലം വാങ്ങുകയോ കാറ് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അസൂയ ഉണ്ടാവും. നമ്മളെ പരിചയമുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ അസൂയപ്പെടുന്നതിലധികം ഉണ്ടാവുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിനെ പറ്റി പറയാട്ടോ. അപ്പം ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫുൾ കോൺഫിഡൻസ് ആയിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി. കാരണം നമുക്കറിയാം നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് ഉണ്ടാവുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, മാക്സിമം നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ ഇതൊന്നും അറിയിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. അറിയിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും നടന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ നേടുന്ന കാര്യം അറിയേണ്ട ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി. കഴിയുന്നത് സീക്രട്ടായിട്ട് വെക്കുക. ഇതും കടന്നു പോകും.